യേശുവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ നാളുകളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലേ? അല്ലേ? അതെ. നമ്മളിപ്പോൾ ഈ നാളുകൾ ധ്യാനിക്കുന്നത് മുഴുവൻ ഈശോയുടെ ഹൃദയത്തെക്കുറിച്ചാണ്. ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പല ധ്യാന വിഷയങ്ങളുമായിട്ട് നമ്മളത് ഈ നാളുകളിൽ ആചരിക്കുന്നുണ്ട്. എന്താണ് ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം? ഏറ്റവും വലിയ വ്യത്യാസം എന്താ? ഒത്തിരി പ്രത്യേകതകളുണ്ട്, എങ്കിലും നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞ്, ഒറ്റ കാര്യം. ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം എന്താ? വ്യത്യാസം കേട്ടില്ല? സ്നേഹമാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം ഇല്ലേ? ഉണ്ട്. പിന്നെ വേറെ എന്താ പ്രത്യേകത? ഈശോയുടെ ഹൃദയം എല്ലാം ക്ഷമിക്കും. ചേച്ചി പറഞ്ഞോ. ഈശോയുടെ ഹൃദയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈശോയുടെ ഹൃദയം പുറത്താണ്, നമ്മുടെ ഹൃദയം അകത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ ഹൃദയം എടുത്ത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയല്ല, പുറത്ത്. ദേ നോക്കിക്കോ, ഇതാണ് എൻ്റെ ഹൃദയം. നമ്മുടെ ഹൃദയം അകത്താണ്. അപ്പോ ഈ പുറത്ത് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്ന ജ്വലിക്കുന്ന ഈ ഹൃദയം നമ്മുടെ ഹൃദയത്തെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് സമ്മാനിച്ച ഒരു സുന്ദരമായ വചനം, അത് സങ്കീർത്തന പുസ്തകം 147 വചനം 3, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 147 വേഴ്സ് 3. സങ്കീർത്തനം. ബൈബിൾ ഉള്ളവർ തുറക്കണം. നല്ല സുന്ദരമായ വചനമാണ്. ഈ വചനം പഠിക്കുന്നതനുസരിച്ച് ഒത്തിരി സൗഖ്യം കർത്താവ് നമുക്ക് നൽകും. സങ്കീർത്തനം 147. എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വെക്കാമെങ്കിൽ കുറിച്ച് വെക്കണം. സങ്കീർത്തനം 147 വചനം 3. ഏതാ വചനം എന്നറിയോ? അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. വചനം ഒന്ന് പഠിക്കാം. അവിടുന്ന് പറ. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് ഹൃദയം തകർന്ന എന്നെ വലതുകരെടുത്ത് നെഞ്ചത്ത് തൊട്ടോണ്ട് പറ. അവിടുന്ന് ഹൃദയം തകർന്ന എന്നെ സൗഖ്യപ്പെടുത്തുകയും എന്റെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് സംഭവിക്കട്ടെ. പറഞ്ഞേ, ഇത് സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. വലതും ഇടതും ഇരിക്കുന്നവരോട് പറ, ഇത് സംഭവിക്കട്ടെ എന്ന് പറ. എന്ത് സംഭവിക്കട്ടെ എന്ന്? ഹൃദയം തകർന്ന സകലരെയും ഈശോ സുഖപ്പെടുത്തട്ടെ. ഈ ശുശ്രൂഷയിൽ കർത്താവ് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോ നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ കൃപ, നിന്റെ ഹൃദയത്തെ ഈശോ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുള്ളവരെന്ന് കൈപൊക്കാവോ? ഹാർട്ടില്ലേ? കുറച്ച് പേർക്കാണ് രോഗങ്ങളൊക്കെ വന്നിട്ടുള്ളവർ, കുറച്ച് പേരുണ്ട്. ബാക്കിയുള്ളവർ നല്ല ഹാർട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നവരുണ്ട്. ഹൃദയം ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? എവിടെയാ ഹൃദയം ഇരിക്കുന്നത്? ഒന്ന് ആ ഹൃദയത്തേലൊന്ന് തൊട്ടെ. ചിലർക്കും കറിഞ്ഞുകൂടെ, തലയിലാണോ ഹൃദയം ഇരിക്കുന്നത്? ഹൃദയം എവിടെ ഇരിക്കുന്നത്? തൊട്ടെ. ഹൃദയം എന്ന് പറയുന്നത് ഇതൊരു അവയവമാണ്, ഇതൊരു ഓർഗനാണ്, അല്ലേ? നമുക്കെല്ലാവർക്കും ഹൃദയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഞാൻ ചോദിക്കട്ടെ, ഹൃദയം തകരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയതായിട്ട് കേട്ടിട്ടുണ്ടോ? ഹൃദയം തകർന്നൊരു പേഷ്യന്റ് വന്നിരിക്കുന്നു, ആണോ? അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേറെ പലതും കേട്ടിട്ടുണ്ട്, അല്ലേ? ഹാർട്ട് അറ്റാക്ക്, ഹൃദയ ആഘാതം എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ എന്നതാ ഈ ഹൃദയം തകരുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഹൃദയം തകരുക, ബൈബിള് പറയാണ്, ഹൃദയം തകർന്നവരെ ഈശോ സുഖപ്പെടുത്തും. അപ്പൊ ഈ ഹൃദയം തകരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം തകരുക. ഓൺലൈനിൽ ഇരിക്കുന്നവർക്കും പറയാം എന്താ അർത്ഥം. ഹൃദയം തകരുക. ചില ആളുകളെ കാണുമ്പോഴത്തേക്കും നമ്മൾ പറയും, ശോ, ഹൃദയശൂന്യനായ മനുഷ്യൻ, ഇയാൾക്കൊരു ഹൃദയവും ഇല്ലേ, ഇയാളുടെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കല്ലാണോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും, അല്ലേ?
ഈ പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ, പ്രത്യേകിച്ച് 7, 8, 9, 10 ഈ അധ്യായങ്ങൾ വായിച്ചു പോകുമ്പോൾ 10-ലധികം തവണ ഫറവോയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ ഫറവോയുടെ ഹൃദയം കഠിനമാക്കി, ഫറവോയുടെ ഹൃദയം കഠിനമാക്കി, കല്ല് പോലെയാക്കി. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വായിക്കുകയും നമ്മളിങ്ങനെ ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഹൃദയം എന്ന് പറയുന്നത് വെറും ഒരു അവയവമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മൾ ഒരാളെ കണ്ടിട്ട് പറയാണ്, ഇയാൾക്കൊരു ഹൃദയവും ഇല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇയാളുടെ ഹൃദയം ശൂന്യമാണോ, ഇയാളുടെ ഹൃദയം കല്ല് പിടിച്ചതാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ അർത്ഥം? പറ, എന്നാ അർത്ഥം? കേട്ടില്ല. മനസാക്ഷിയില്ല. വേറെ എന്തെങ്കിലും? ഇയാളുടെ നല്ല പെരുമാറ്റമില്ല. വേറെ? ഈ ഹൃദയത്തെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന എന്തിനോട് ബന്ധപ്പെടുത്തിയ? ഹൃദയം. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും പേര് മുതിർന്നവരാണ്. നിങ്ങളുടെ ബാല്യകാലം ഓർത്താൽ ചില കാര്യങ്ങൾ മനസ്സിലാവും. പണ്ടേ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മതിലേലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കണം, അല്ലെങ്കിൽ ചിലർ വരച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ട് നടുക്കിങ്ങനെ ഹാർട്ട് വരച്ചു വെക്കും. അതെന്നതാ? സ്നേഹം. ഈ പെണ്ണും ഈ ചെറുക്കനും തമ്മിൽ സ്നേഹമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹാർട്ട്, ഹൃദയം എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്നേഹം. ഹൃദയം എന്ന് പറയുന്നത് സ്നേഹത്തെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിലരെ നോക്കിയിട്ട് ഇയാൾ ഹൃദയശൂന്യനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അയാൾക്ക് എന്തില്ല? പറ ചേട്ടാ, എന്തില്ല? സ്നേഹമില്ല, സ്നേഹമില്ല, സ്നേഹം. അപ്പൊ ഈ ഹൃദയം എന്ന് പറയുന്നത് സ്നേഹം ഇരിക്കുന്ന സ്ഥലമാണ്. സ്നേഹം. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചില സമയങ്ങളിൽ ഈ ഹൃദയത്തിന് വല്ലാത്ത ഭാരം വരും. ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ ഭാരം വരും. അതുകൊണ്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം, ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 1, ഏതാ വചനം? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഈശോ പറഞ്ഞത് അങ്ങനെയാ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. നിങ്ങളുടെ തല അസ്വസ്ഥമാകേണ്ടെന്നാണ് ഈശോ പറഞ്ഞേ? അല്ല, ഈശോ പറഞ്ഞ എന്നതാ? നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അതിൻ്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം, കുറെ അസ്വസ്ഥതയോടുകൂടിയാ പാവം വന്നിരിക്കുന്നത്. നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ അസ്വസ്ഥപ്പെടേണ്ട. അപ്പൊ അസ്വസ്ഥത എവിടെയാ ഈശോ പറയുന്നത്? ഹൃദയത്തിലാ. ഇതെല്ലാം ഇരിക്കുന്നത് ഹൃദയത്തിലാ. ഹൃദയം എന്ന് പറയുന്നത് ഒരു അവയവം മാത്രമല്ല, മറിച്ച് അത് നിന്റെ ജീവിതമാണ്. അത് നിന്റെ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മുടെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകം വായിച്ചാൽ ഒരു കാര്യം പഠിപ്പിക്കും. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 17-ാം തിരുവചനം. ദിനവൃത്താന്ത പുസ്തകം, അങ്ങനെ പുസ്തകം ബൈബിളിലുണ്ട്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 17-ാം തിരുവചനം. അവിടെ പറയാണ്, അങ്ങ് ഹൃദയം പരിശോധിക്കുന്നു. ഹൃദയം പരിശോധിക്കുന്നു. ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ നിന്റെ ഹൃദയം പരിശോധിക്കും, എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കും, അല്ലേ? ഇതാ വചനം പറയാണ്, നിന്റെ ഹൃദയം ഇതാ ദൈവം പരിശോധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കബായരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം. മക്കബായരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്, ആകുലതയാൽ എന്റെ ഹൃദയം തകരുന്നു, എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു. ഒരാളുടെ ഉറക്കം നഷ്ടപ്പെടുന്നതിനുള്ളൊരു കാരണത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. ആകുലതയാൽ എൻ്റെ ഹൃദയം തകർന്നിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കള് ചില കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് ആകുലപ്പെട്ട് അച്ഛാ ഉറക്കമില്ല അച്ഛാ, കുറെ ദിവസമായി ഹൃദയം തകർന്നിരിക്കുകയാണ്. ഓർത്തോണ്ടിരിക്കുമ്പോഴേ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ആകുലത, വല്ലാത്ത ഭാരം, ഇതെല്ലാം ചെന്ന് വീഴുന്ന സ്ഥലം ഹൃദയം. ഹൃദയത്തിലാണ് ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് സങ്കീർത്തനം 34 വചനം 18, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 34 വേഴ്സ് 18, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ എത്ര വലിയ ഭാരമുണ്ടെങ്കിലും, ഹൃദയം നുറുങ്ങപ്പെട്ട അവസ്ഥയാണെങ്കിലും, ഇതാ ഈ ദിവസം ഈശോ നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് എന്നാന്നറിയാവോ? നിന്റെ ഹൃദയം നുറുങ്ങിയ അവസ്ഥയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 61 വചനം 2, ചാപ്റ്റർ 61 വേഴ്സ് 2, സങ്കീർത്തനം 61:2 വചനം ഇങ്ങനെയാണ്: ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഹൃദയം തകർന്ന ഞാൻ, വീട് തകർന്ന ഞാനല്ല, എന്റെ കെട്ടിടം തകർന്ന ഞാനല്ല, ഹൃദയം തകർന്ന ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സുഭാഷിതങ്ങളുടെ പുസ്തകം 15:13, സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 13-ാം വചനം: സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു, ഹൃദയ വ്യഥ ഉന്മേഷം കെടുത്തിക്കളയും. ഹൃദയത്തിൽ വ്യഥ വന്നാൽ നമ്മുടെ ഉന്മേഷം കെടുത്തിക്കളയും. ഹൃദയത്തിൽ വ്യഥ വന്നാൽ നമ്മുടെ ഉന്മേഷം കെടുത്തിക്കളയും. വലതും ഇടതും ഇരിക്കുന്നവരുടെ മുഖത്തോട്ട് നോക്കിക്കേ. ചിലരുടെ മുഖത്ത് വല്ലാത്ത ഭാരമുണ്ട്, ചിലരിങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്, ചിലരിങ്ങനെ എന്നാ ചെയ്യാനാ അല്ലേ, ഇങ്ങനെ വല്ലാത്തൊരു ഭാരമുണ്ട്. വചനം പറഞ്ഞതൊന്ന് ഓർത്തെ: സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കും. അപ്പം നിന്റെ മുഖം പ്രകാശിക്കണമെങ്കിൽ അകത്ത ഹൃദയം അത് പ്രസന്നമായിരിക്കണം, അകത്ത ഹൃദയം സൗഖ്യപ്പെട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മലയാളത്തിൽ എന്തു പറയും? മുഖം മനസ്സിന്റെ കണ്ണാടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മുടെ പുറത്ത്, നമ്മുടെ മുഖത്ത്, നമ്മുടെ പെരുമാറ്റത്തിൽ സന്തോഷം വരണമെങ്കിൽ നമ്മുടെ ഹൃദയം സുഖപ്പെട്ടിരിക്കണം. ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ അത് വല്ലാത്ത ഭാരമായിട്ട് എപ്പോഴും നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ മുഖത്തുണ്ടാവും. സത്യമല്ലേ? അകത്ത വേദനയാണ് വലിയ വേദന. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, പുറത്തെ വേദനയാണോ അകത്ത വേദനയാണോ വലുത്? അകത്ത വേദനയാ. കാരണം എന്താ കാരണം? ഇപ്പൊ പുറത്തെ വേദന, നിങ്ങളുടെ കൈയൊടിഞ്ഞു, മഴക്കാലാണ്, പനി വന്നു, നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളെ മനസ്സിലാകും, മരുന്ന് തരും, കഞ്ഞി തരും, നിങ്ങളെ ശുശ്രൂഷിക്കും. അകത്ത വേദന, ഹൃദയത്തിൽ വേദന, സ്നേഹകാര്യങ്ങളിൽ, സ്നേഹബന്ധങ്ങളിൽ വിഷമം വന്നാൽ വല്ലവനും മനസ്സിലാവുമോ? എവിടെ മനസ്സിലാവാൻ? ആർക്കും മനസ്സിലായേല. അതാണ് ഏറ്റവും വലിയ വിഷമം. നിങ്ങളിപ്പോൾ അടുത്തിരിക്കുന്നുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുത്തിരിക്കും, മനസ്സിലാവുമോ? എങ്ങനെ മനസ്സിലാകാൻ? അകത്തല്ലേ കിടക്കുന്നത് വിഷമം. അകത്ത് കിടക്കുന്ന വിഷമം അത് വല്ലാതെ വേദനിക്കും. ഒരായുസ് മുഴുവൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിക്ക് പോലും മനസ്സിലാവണില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വഴക്കുണ്ടാക്കാൻ നേരത്ത് നമ്മൾ പറയും, നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിക്ക്, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഈ വഴക്കടിക്കുമ്പോൾ പറയുമല്ലോ. അതെന്നതാ? അകത്ത് എൻ്റെ ഹൃദയത്തിനുള്ളിൽ വിഷമം കിടപ്പുണ്ട് എന്ന് നമ്മൾ മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തി ആ ആളോട് പറയുക. എന്തെല്ലാം പറഞ്ഞാലും ആ ആൾക്ക് ഒരിക്കലും മനസ്സിലാകിയേല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ നീ എത്ര മണിക്കൂർ എടുത്ത് നിന്റെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും മനസ്സിലാവൂല. ശ്രദ്ധിച്ചോണം. ചിലരുടെയൊക്കെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഹൃദയത്തിലുള്ള വിഷമം മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിച്ച് അറ്റൻഷൻ കിട്ടാനാണ്. എവിടുന്ന് കിട്ടും? നമ്മുടെയൊക്കെ വീട്ടിലെ മിക്കവാറും ഉള്ള അവസ്ഥ അതാണ്. നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന അതാണ് അല്ലേ? ചില സമയത്ത് ഭാര്യ പറയത്തില്ലേ, ഞാനിങ്ങനെ ഇവിടെ ഒരാളുണ്ടെന്ന് വല്ലവർക്ക് ശ്രദ്ധയുണ്ടോ? അല്ലേ? ഞാനിങ്ങനെ രാവിലെ കിടന്ന് ഈ വീട്ടിൽ കിടന്ന് ഈ പണിയെടുത്ത് അല്ലേ,
വല്ലവനും ഞാൻ ഭക്ഷണം കഴിച്ചോ, എൻ്റെ കാര്യങ്ങൾ വല്ലവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആ ഭാര്യ ഉള്ളിലെ സങ്കടം പറയുക. ആ ഭാര്യയുടെ ഹൃദയത്തിലെ ഭാരമാണ് പറയുന്നത്. ഇതൊരു ദിവസമൊന്നുമല്ല, എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കും. ആർക്ക് മനസ്സിലാവാൻ? ഒരു മനുഷ്യനും മനസ്സിലായേല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോ. ഈശോ നിന്റെ ഹൃദയത്തിലെ മുറിവ് അതെത്ര ആഴമുള്ളതാണെങ്കിലും എത്ര ഗൗരവമുള്ളതാണെങ്കിലും ഈശോ പറയാണ്, ഇതാ നിന്റെ ഹൃദയത്തെ ഞാൻ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വലതുകരം ഉയർത്തി ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 147:3. അവിടുന്ന് ഉച്ചത്തിപ്പറ, അവിടുന്ന് ഹൃദയം തകർന്ന എന്നെ സുഖപ്പെടുത്തുന്നു, എന്റെ മുറിവുകൾ വച്ചുകെട്ടുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ഹൃദയം തകരുക, സ്നേഹബന്ധങ്ങളിൽ വിള്ളലുകൾ വരിക, ഹൃദയഭാരമുണ്ടാവുക എന്നൊക്കെ നമ്മൾ ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ധ്യാനിക്കണം. എങ്ങനെയാണ് ഹൃദയം തകരുന്നത്, എങ്ങനെയാണ് ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുകയാണ്. അങ്ങനെ ധ്യാനിക്കുമ്പോൾ പ്രധാനമായും 3 തലങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ചു പഠിച്ചോണം. ഹൃദയം തകരുന്നത് എങ്ങനെ, ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാവുന്നത് എങ്ങനെ എന്ന് ധ്യാനിച്ചാൽ 3 വഴികൾ, 3 മേഖലകൾ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം സ്നേഹം കിട്ടാത്ത അവസ്ഥ. ഒന്ന് പറഞ്ഞേ, ഒന്നും കൂടെ പറഞ്ഞേ. ലാക്ക് ഓഫ് ലവ്, സ്നേഹം കിട്ടാത്ത അവസ്ഥ. ഇങ്ങോട്ട് നോക്കിക്കേ. സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ, കിട്ടേണ്ട ആളിൽ നിന്ന്, കിട്ടേണ്ട അളവിൽ കിട്ടണം. സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ, കിട്ടേണ്ട ആളിൽ നിന്ന്, കിട്ടേണ്ട അളവിൽ കിട്ടണം എന്ന് പറഞ്ഞു നോക്കിക്കേ. സ്നേഹം കിട്ടേണ്ട പ്രായത്തില്, കിട്ടേണ്ട ആളിൽ നിന്ന്, കിട്ടേണ്ട അളവിൽ കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ എന്നാ പറ്റും? ഇല്ലെങ്കിൽ ഹൃദയം തകരും, ഹൃദയം തകരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഒരു കുഞ്ഞ് ജനിച്ചു വളരുമ്പോൾ കിട്ടേണ്ട സ്നേഹം ആരുടെയാ? ആരുടെയാ? പറ. അമ്മ മാത്രം മതിയോ ചേച്ചി? പോരെന്ന്, അപ്പൻ്റെയും കിട്ടണം. അപ്പൻ്റെ അമ്മയുടെ സ്നേഹം ആ കുഞ്ഞിന് കിട്ടേണ്ട പ്രായത്തിൽ, കിട്ടേണ്ട അളവിൽ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുഴപ്പമുണ്ടോ? ഞാൻ ഈ കൊച്ചിന് 2 വയസ്സുള്ളപ്പോൾ എനിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റിയില്ല, ഞാൻ 20 വയസ്സുള്ളപ്പോൾ ഞാൻ കുറേ സ്നേഹമായിട്ട് വന്നിരിക്കുക, പറ്റുമോ? എങ്ങനെ പറ്റുമെന്ന്? നേഴ്സാണ് അമ്മ. കൊച്ചു ജനിച്ചതിന് ശേഷം ഈ അമ്മയ്ക്ക് തിരിച്ച് ജോലിക്ക് വിദേശ രാജ്യത്തേക്ക് പോകേണ്ടി വന്നു. കൊച്ചിനെ അമ്മാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഈ സ്ത്രീ തിരിച്ചു വരുന്ന അമ്മ, നേഴ്സായിട്ടുള്ള അമ്മ, ജോലിഭാരം കൊണ്ടാണ് തിരിച്ചു വരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതിനിടയിൽ ഒത്തിരി സമ്മാനങ്ങൾ, ഒത്തിരി പണം, ഒരു നല്ലൊരു വീട്, ഇതെല്ലാം വെച്ചു. കൊച്ചു വളർന്നു, കൊച്ചു വളർന്നു, പ്രായമൊക്കെ ആയി തുടങ്ങിയല്ലോ. കൊച്ചിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അമ്മ വിദേശത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് അതെല്ലാം അവസാനിപ്പിച്ച് ഇനി എൻ്റെ കൊച്ചിനെ ഞാൻ സ്നേഹിക്കാൻ പോവാണെന്നും പറഞ്ഞ് എത്തി. കൊച്ച് വളർന്നു, 10-12 വയസ്സായി. ഈ കുട്ടിക്ക് അമ്മയുടെ സ്നേഹം ഇപ്പോൾ വേണ്ട. അമ്മയോട് കുട്ടി ചോദിച്ചു, നിങ്ങളാരാ? ഇത്രയും നാള് എന്നെ വളർത്തിയതേ അമ്മ, ഇതാ എൻ്റെ അമ്മ, നിങ്ങളാരാ? അപ്പൊ അമ്മ പറയും, എൻ്റെ പൊന്നു കൊച്ചേ, നീ എൻ്റെ ചങ്കല്ലേ, നീ എൻ്റെ സ്വന്തം അല്ലേ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഗൾഫിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് കഷ്ടപ്പെട്ടത്, നമുക്ക് വീട് പണിതു, നമുക്ക് പണം ഉണ്ടായി, നിനക്ക് സമ്മാനമൊക്കെ അയച്ചു തന്നത് ഞാനാ. ഇത്രയും നാള് നിന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല, ആ സ്നേഹമായിട്ടാ വന്നിരിക്കുന്നേ. ഈ കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാനിത് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല,
എന്നെ ശുശ്രൂഷയിൽ കേൾക്കുന്ന ഓരോരുത്തരും ധ്യാനിക്കണം. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും പേര് മാതാപിതാക്കളാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വളരുമ്പോൾ ആ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഉള്ളിൽ അതൊരു വല്ലാത്ത മുറിവായിട്ട് അവശേഷിക്കും. അമ്മയുടെ മാത്രം പോരാ, അപ്പന്റെയും കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്റേഴ്സ്, റെവറൻഡ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഹോസ്റ്റലും സ്കൂളും ഉണ്ട്. ഒരു പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3 ഹോസ്റ്റലുകൾ മാറ്റിയവര്. അവൾ ഏത് ഹോസ്റ്റലിൽ പോയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. 3ാമത്തെ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു പ്രതിസന്ധി. ഈ സിസ്റ്റേഴ്സ് ഈ കുട്ടിയെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്നാ ചെയ്യണ്ടേ, ഇവൾ എവിടെ പോയാലും പ്രശ്നം അച്ഛാ. ഞാൻ ചോദിച്ചു, ഈ കുട്ടിയുടെ അപ്പനും അമ്മയും വിദേശത്താണ്, ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ വേണ്ടി സിസ്റ്റേഴ്സിന്റെ ഹോസ്റ്റലിൽ വിട്ടതാ. ഡിസിപ്ലിനെ, അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്റെ അച്ഛാ ഇവളെ പിടിച്ചാ കിട്ടൂല അച്ഛാ, ഇവളെ പിടിച്ചാ കിട്ടൂല. ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? 3ാമത്തെ ഹോസ്റ്റലാണെന്ന് പറഞ്ഞു, ഇവിടുത്തെ പ്രശ്നം എന്താ? അച്ഛൻ അറിയോ, ഇവള് ഇവിടെ ഒരാളുമായിട്ട് പ്രേമത്തിലായി. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ ഇത് ലേഡീസ് ഹോസ്റ്റൽ, ഇവിടെ ആരുമായിട്ട് പ്രണയിക്കാൻ? അതല്ലേ അച്ഛാ, ഞങ്ങൾ പോലും കാണാത്ത ആളെ ഇവള് കണ്ടുപിടിച്ചു. ഞാൻ ചോദിച്ചത് ആരെ? അച്ഛാ രാവിലെ പത്രമിടാൻ വരുന്നവനെ. സിസ്റ്റർ പറയാ, ഇന്നു വരെ ഞങ്ങൾ അവന്റെ മുഖം പോലും കണ്ടിട്ടില്ല. ഈ പത്രം ഇങ്ങനെ ആകാശത്തോടെ വീഴുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അച്ഛാ ഇവള് അവനെ കണ്ടുപിടിച്ചു. ഇപ്പൊ ഇവര് തമ്മിൽ സ്നേഹത്തിലാണെന്നാ പറയണേ. ഇവളേക്കാൾ ഒത്തിരി വയസ്സ് പ്രായമുള്ള ഒരുത്തനാ. അവനാണെങ്കിൽ ഇവളെ മുതലെടുക്കുക. പണമൊക്കെ ഉള്ള വീട്ടിലെ കൊച്ചാണെന്ന് മനസ്സിലാക്കി. അച്ഛാ പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ? അപ്പന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാത്തത് കൊണ്ട് എന്താ കുഴപ്പമെന്നറിയോ? ആരെങ്കിലും ചിരിച്ചു കാണിച്ചാൽ, ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ, ആരെങ്കിലും കൊള്ളാമടി എന്നൊക്കെ പറയുമ്പോ അറിയാതെ മനസ്സ് അങ്ങോട്ട് പോകും. മനസ്സേ അങ്ങോട്ട് പോകും. പിന്നെ മാറിയിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലെന്ന്. കിട്ടേണ്ട ആളുകൾ നിന്ന് കിട്ടേണ്ട രീതിയിൽ സ്നേഹം കിട്ടണം. നിങ്ങൾ ഒട്ടുമുക്കാലും പ്രേമ കേസുകൾ എടുത്ത് പരിശോധിക്ക്. അതിന്റെ റൂട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും. വീട്ടിൽ കിട്ടാത്തത് കൊണ്ട് പുറത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി നടക്കുക. പ്രായമുള്ള അച്ഛന്മാരൊക്കെ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടാവും. ഒരു കൊച്ചിനെ വളർത്തി വലുതാക്കുമ്പോൾ കൊച്ചിന് അമ്മിഞ്ഞപ്പാല് കൊടുത്ത് വളർത്തണമെന്ന്. കുപ്പിപ്പാലല്ല. കുപ്പിപ്പാല് കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? കൊച്ചു വളരുമ്പോൾ കുപ്പി അന്വേഷിച്ചു പോകും എന്നാ പറഞ്ഞ് കേൾക്കണേ. അപ്പനും അമ്മയും കൂടെ കൊച്ചിന് സ്നേഹവും വാത്സല്യവും അല്ലേ? നിങ്ങൾ എന്ത് ചിന്തിച്ചേ? അപ്പനും അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ അടുത്തിരുത്തിയിട്ട് ഒന്ന് സ്നേഹിച്ചിട്ട് എത്ര നാളായിട്ടുണ്ട്? നിങ്ങളുടെ മക്കൾ വളർന്നു, ശരിയാ, മക്കളല്ലേ? ആ മക്കൾ അടുത്തിരുത്തി അവരുടെ തലയിലൊക്കെ ഒന്ന് തലോടി അവരൊന്ന് ചേർത്ത് പിടിച്ച് അവർക്കൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായിട്ടുണ്ട്? എൻ്റെ അച്ഛാ, ഉമ്മ കൊടുക്കാൻ പോയിട്ട് അതിനെ നോക്കാൻ തന്നെ ഇപ്പൊ പേടിയാ അച്ഛാ. അതിന് മാത്രം പൊക്കായി, അതിന് മാത്രം മീശയായി, അതിന് മാത്രം ശരീരമൊക്കെയായി, ഇപ്പൊ പേടിയാ അച്ഛാ. നിങ്ങൾ വിശ്വസിക്കുമെന്നറിഞ്ഞുകൂടാ. കഴിഞ്ഞ നാളൊരു അപ്പൻ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞതാ, അച്ഛാ പേടിയാ അച്ഛാ, പേടിയാ. അവൻ വീട്ടിലോട്ട് വൈകുന്നേരം രാത്രി ലേറ്റായിട്ടാ വരുന്നേ. അവൻ എന്നാ ശരീരാച്ചാ, അവൻ വരുമ്പോ പേടിയാച്ചാ. ഞാനിത് പറയുമ്പോ ഒറ്റപ്പെട്ട സംഭവം അല്ലെന്ന്. കുടുംബങ്ങളില് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട ആളിൽ നിന്ന് കിട്ടേണ്ട അളവിൽ കിട്ടണം. അത് കൊച്ചുകുഞ്ഞിന് മാത്രമൊന്നുമല്ല, വളർന്നിരിക്കുന്നുണ്ടല്ലോ നമുക്കും അങ്ങനെ തന്നെയല്ലേ. കല്യാണം കഴിക്കപ്പെട്ടപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട രീതിയിൽ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന വഴികളിൽ തിരിയും. ഒത്തിരിയേറെ കേസുകൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ റൂട്ട് എടുത്ത് പരിശോധിച്ചോ. എവിടുന്നാ താളം തെറ്റിയത്? സ്നേഹം കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു പോകും. അതിനുവേണ്ടി പുറകെ നടക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിക്കുമ്പോൾ നമ്മളെ യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയും. ഉപേക്ഷയാലുള്ള പാപം. ഉപേക്ഷയാലുള്ള പാപം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഉപേക്ഷയാലുള്ള പാപം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും ചെയ്തില്ലെങ്കിൽ അത് പാപം. ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും ചെയ്തില്ലെങ്കിൽ അത് പാപം. ഇതിന്റെ സോഷ്യൽ എലമെന്റ് ഒക്കെ നമുക്കറിയാം. ഇങ്ങോട്ട് നോക്കിക്കേ.
ഉദാഹരണത്തിന് കൊച്ചു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഒരു വിവാഹം ഒരു വിരുന്നിന് പോവുകയാണെന്ന് വിചാരിച്ചോ, അല്ലേ? പുരുഷന്മാർക്ക് ഒരുങ്ങാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. ഷർട്ടും മാറി മുണ്ടും എടുത്തുകൊടുത്ത് 2 പൗഡറും തൂത്ത് കഴിഞ്ഞാൽ ഓക്കെ. സ്ത്രീയുടെ കാര്യം അങ്ങനെയല്ല. പലതവണ ആലോചിച്ചും പിടിച്ചും നല്ലൊരു സാരിയൊക്കെ ഉടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് അതിങ്ങനെ പുറത്തോട്ട് വരുന്നു വിരുന്നിന് പോകാനേ. അങ്ങനെ ഒരുങ്ങി വരുമ്പോൾ ഭർത്താവിന് ഭാര്യ ഒന്ന് നോക്കും. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ഭാര്യ ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ വന്ന് നിന്നിട്ടേ ഭർത്താവിനെ ഒന്ന് നോക്കും. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ഭർത്താവ് ഒരുങ്ങിയോന്നല്ല നോക്കണത്, ഭാര്യ നോക്കുന്ന എന്നതാ. ഈ ഭർത്താവ് എൻ്റെ ഈ ഡ്രസ്സും ഞാൻ ഒരുങ്ങിയല്ലോ, ഒരു നല്ല വാക്ക് ഈ മനുഷ്യൻ പറയും. കൊള്ളാമടി, അത്ര മതിയെന്ന്. ഇംഗ്ലീഷ് ഒന്നും പറയണ്ട, കൊള്ളാമടി എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഭാര്യയ്ക്കുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ, മിസ് വേൾഡ് കിട്ടുന്ന വലിയ സന്തോഷ. എന്നാല് ഭാര്യ ഒരുങ്ങി വന്ന് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന ഭർത്താവ്, കഴിഞ്ഞോ പോയേക്കാം എന്നും പറഞ്ഞു പോയി. ഈ ഭാര്യയുടെ ഉള്ളിൽ ഭർത്താവിനോട് എന്തു തോന്നും? പറ. അസ്വസ്ഥത സാവധാനം പൊട്ടിമുളച്ചു. ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യനാ, ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ലല്ലോ. ഇതിന് വേറെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. അതെന്നാന്നറിയോ? ഇതെല്ലാം കഴിഞ്ഞ് കല്യാണത്തിന് ചെന്നല്ലോ. കല്യാണത്തിന് ചെന്നു. നിങ്ങളുടെ ഭാര്യയുടെ പേര് ഗ്രേസി എന്ന് വെച്ചോ. ഗ്രേസി ഒരുങ്ങി അങ്ങോട്ട് ചെന്നിരിക്കുവാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ദേ അപ്പുറത്തെ വീട്ടിലെ തോമസ് ഏട്ടൻ ഗ്രേസിനെ കണ്ടിട്ട് പറയാ, എടി ഗ്രേസി ഇത് കൊള്ളാലോടി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയാ പ്രശ്നം. അപ്പോഴാ പ്രശ്നം. എന്നാ പറ്റും? സാവധാനം ഗ്രേസി അത് തന്നെ തോമസ് ഏട്ടനിലോട്ട് ശ്രദ്ധ പോവും. ദൈവമേ, ഈ മനുഷ്യൻ എന്നെ ഒന്ന് അഭിനന്ദിച്ചല്ലോ. അപ്പുറത്തിരിപ്പുണ്ട് ഏത് ഭർത്താവ്. ചില ഭർത്താക്കന്മാരെ കണ്ടിട്ടില്ലേ, ഒരനക്കവും ഇല്ല. സ്നേഹം ഉള്ളിലാണ് അച്ഛാ, ഉള്ളിൽ പ്രകടിപ്പിക്കത്തില്ല. ഉള്ളിലുണ്ടച്ചാ, മക്കളുടെ മുമ്പിൽ പ്രകടിപ്പിക്കത്തില്ല. ഞാനൊരു പുരുഷനല്ലേ, ഞാൻ കുടുംബനാഥനല്ലേ, ഞാൻ പ്രകടിപ്പിക്കല. ഉള്ളിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുന്ന സ്നേഹം ചത്ത സ്നേഹ. ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം. ഭാര്യയുടെ മുമ്പിൽ കൊള്ളാമടി എന്ന് പറയുന്നൊരു വാക്കുമതി. നിങ്ങളുടെ മക്കളെ നിങ്ങളൊന്ന് തലോടുന്നതും സ്നേഹിക്കുന്നതും അവരെ അഭിനന്ദിക്കുന്നതും നിങ്ങൾ ഓർത്തോ, ഈ ഭൂമിയിൽ നിങ്ങൾ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സൗഖ്യ ശുശ്രൂഷയാണ്. ഏറ്റവും വലിയ സൗഖ്യ ശുശ്രൂഷ. നമ്മുടെ വായിൽ നിന്ന് വീഴുന്നൊരു വാക്ക്, നമ്മുടെ ഓരോ നിലപാടുകളും അവരുടെ ജീവിതത്തിന്റെ താളത്തെ, ക്രമത്തെ മാറ്റിമറിക്കും. ഈ കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടി, ഒറ്റ പെണ്ണേ ഉള്ളൂ വീട്ടില്, സാമ്പത്തികമായിട്ട് നല്ല നിലവാരമുള്ള പെണ്ണ്, ഡിഗ്രിക്ക് പഠിക്കുന്നു. അവൾ മറ്റൊരു മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹബന്ധത്തിലെത്തി. അവനെ കെട്ടു. പ്രശ്നം രൂക്ഷം. ചർച്ച ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പോ ഈ അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെ, അച്ഛാ ഇവൾക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല അച്ഛാ. ഞാനപ്പോ ഈ പെൺകുട്ടിയെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് ഞാൻ കൊച്ചു വർത്താനം പറയുന്നതിനിടെ ചോദിച്ചു, നിനക്കിതെന്നാ പറ്റി? പള്ളിയിലെ ഗായക സംഘത്തിലുണ്ട് നീ പള്ളിയിലൊക്കെ വേണ്ടപ്പെട്ട ആള്, സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള നിനക്ക് ഇതെന്നതാ പറ്റിയേ? ഇതെങ്ങനെയാ താളം തെറ്റിയേ? അപ്പൊ ഈ പെണ്ണ് പറഞ്ഞ എന്നാന്നറിയോ? അച്ഛാ, എല്ലാ ദിവസവും ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ വിശേഷങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ അമ്മയോട് പറയും. ഞാനും അമ്മയും തമ്മിൽ അത്രയും സ്നേഹ അച്ഛാ, അത്രയും സ്നേഹ. പക്ഷേ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന്, അമ്മ അടുക്കളയിൽ പണി ചെയ്യുന്നു, അവിടെ ഒരു സ്റ്റൂളുണ്ട്, ഞാൻ അവിടെ ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെ കോളേജിലെ വിശേഷങ്ങൾ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഒന്ന് നിർത്താവോ, നീ ഒന്ന് നിർത്താവോ? കുറെ നേരമായല്ലോ ഇങ്ങനെ കണവണോണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിർത്ത്. നിന്റെ ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്കാനൊന്നും എനിക്ക് സമയമൊന്നുമില്ല. നീ വേറെ വല്ലവരോടും പോയി ചെന്ന് പറ, ഇതൊന്നും നിന്നോട് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. അമ്മ ഏതോ ഒരു കാര്യത്തിൽ അസ്വസ്ഥയായിരുന്നു. പക്ഷെ ഈ പെണ്ണിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം അങ്ങോട്ട് കയറി. ഈ പെണ്ണ് നേരെ മുറിക്കകത്തോട്ട് പോയി. ഇനി എന്നാ ചെയ്യും, ആരോട് പറയും? അപ്പോഴാണ് അവൾ പയ്യെ മൊബൈൽ എടുത്തു, ഇൻസ്റ്റാഗ്രാം തുറന്നു. പണ്ട് ഒരുത്തൻ ഒരു ഹായ് അടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഹായ് തിരിച്ചടിക്കാൻ പറ്റാതിരിക്കുമായിരുന്നു. മൊബൈൽ തുറന്നു, വെറുതെ തിരിച്ചൊരു ഹായ്, അവിടുന്ന് തിരിച്ച് 3 ഹായ്, പിന്നെ ഇവിടുന്ന് 4 ഹായ്,
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്നറിഞ്ഞോട് ഈ പെണ്ണ് പറയാ, അച്ഛാ 3 ദിവസങ്ങൾ പോലും തികഞ്ഞില്ല, ഞാനും ആ ചെറുപ്പക്കാരനും നേരെ ചൊവ്വെ അവനെ കണ്ടിട്ട് പോലും ഇല്ല. ഞാനെല്ലാം പറയും, അവനെല്ലാം കേട്ടിരിക്കും അച്ഛാ, അവനെല്ലാം കേട്ടിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ. കണ്ടോ, അമ്മ കൊടുക്കേണ്ട സ്നേഹം, അമ്മയുടെ പരിഗണന കിട്ടാതെ വന്നപ്പോ ഇന്നുവരെ ഇവനെ കാണാത്ത ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്രണ്ടിനെ കിട്ടിയെന്ന്. എന്നിട്ട് ഈ പെണ്ണിനോട് പറയാ, അച്ഛാ ആ ചെറുപ്പക്കാരൻ അവൻ എന്നെ നന്നായിട്ട് മനസ്സിലാവും, അവന്റെ ഒരു വാക്ക് കേട്ടാൽ മതി. എന്തൊരു മോട്ടിവേഷനാണെന്നറിയോ അച്ഛാ, എന്തൊരു മോട്ടിവേഷനാ. പ്രിയപ്പെട്ടവരെ, വഴി പോകുന്ന പോക്ക് കണ്ടോ? ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, കാലം വല്ലാണ്ട് മോശാണ്. വീട്ടിൽ കിട്ടേണ്ടത് വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ നാട്ടുകാർ കൊടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ആ വഴിക്ക് തിരിയും. സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ, കിട്ടേണ്ട അളവിൽ, കിട്ടേണ്ട ആളിൽ നിന്ന് കിട്ടണം. അത് കൊച്ചു കുഞ്ഞിന് മാത്രമൊന്നുമല്ല, എത്ര പ്രായമുണ്ടെങ്കിലും അങ്ങനെ തന്നെ സ്നേഹം കൊടുക്കാൻ പഠിക്കണം. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, സ്നേഹം കൊടുക്കാൻ പഠിക്ക്, പറഞ്ഞു കൊടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹം, ഈ സ്നേഹം കൊടുക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ഹൃദയം തകരും, ഹൃദയം തകരുമെന്ന്. അതാ വിഷമം. ആ വിഷമം ഉള്ളിൽ ഇങ്ങനെ കിടക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒട്ടുമുക്കാലും കുടുംബങ്ങളിൽ 2 കുട്ടി 3 കുട്ടി മാക്സിമം ഒക്കെ ഉള്ളൂ. കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ഒട്ടുമുക്കാലും കേസുകളിൽ ഈ മക്കളിൽ മൂത്ത കുട്ടി കരഞ്ഞോണ്ട്, കഴിഞ്ഞ ദിവസം ഒരുത്തി വന്നു, അച്ഛാ എന്നെ വേണ്ട അച്ഛാ. ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ, നിന്നോട് അങ്ങനെ പറഞ്ഞോ? ഇല്ലച്ചാ, എൻ്റെ വീട്ടിലെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ വേണ്ട, ഞാനൊരു അധികപ്പറ്റ എൻ്റെ വീട്ടില്, എന്നെ വെറും പണിക്കാരിയായിട്ട് കണക്കാക്കുന്നേ. നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവണുണ്ടോ? ഈ കുട്ടി മാത്രമായിരുന്നു വീട്ടിലെ രാജ്ഞി. അപ്പൊ ഈ രാജ്ഞിയെ എല്ലാവരും സ്നേഹിക്കും. അങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ രാജ്ഞി വളർന്നുകൊണ്ടിരിക്കുമ്പോ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ വേറെ ഒരു രാജാവ് വീട്ടിൽ വന്നു, അനുജൻ ജനിച്ചു. അന്ന് മുതൽ ഈ രാജ്ഞി ഭടനായി മാറി. അമ്മ പറയും, എടി എടുത്തോണ്ട് വാടി, എടി അങ്ങനെ ചെയ്യ്, കൊച്ചു കിടക്കണോണ്ടില്ലേ, നീ ശ്രദ്ധിക്കുന്നില്ലേ? ഈ കുട്ടിക്ക് വലിയ പ്രായമൊന്നുമില്ലേ, പക്ഷേ മൂത്തതായതോടുകൂടി എന്ത് സംഭവിച്ചു? ഇളയതിനെ നോക്കേണ്ട ഭാരം മുഴുവൻ ഇതിന്റെ തലയിലായി. ചെറുപ്രായത്തിൽ തന്നെ ഈ കുഞ്ഞിന്റെ ഹൃദയത്തിൽ വല്ലാത്ത കുറെ മുറിവുകൾ വന്നു. പിന്നെ ഇളയത്തങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മിക്കവാറും ഇളയത്തങ്ങൾക്ക് നല്ല കഴിവാ. എന്ത് കഴിവ്? മൂത്തതുങ്ങളെ തല്ല് കൊള്ളിപ്പിക്കാൻ അവർക്ക് വല്ലാത്തൊരു കഴിവുണ്ട്, അല്ലേ? വഴിയേ പോകുന്നതെല്ലാം ഈ മൂത്തതുങ്ങളുടെ തലയിൽ ചെന്ന് വീഴും. ഉള്ളിൽ മുറിവുകൾ കടന്നു വന്നാൽ, വേണ്ടത്ര സ്നേഹം കിട്ടിയില്ലെങ്കിൽ അത് അവിടെ കിടന്ന് പഴുക്കാൻ തുടങ്ങും, പലതരത്തിൽ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങും. കുടുംബങ്ങളിലൊക്കെ, ചില കുടുംബങ്ങളിലൊക്കെ 2 മക്കൾ രണ്ടും മിണ്ടുന്നില്ലെന്ന്, 2 ഉള്ളു മക്കൾ മിണ്ടുന്നില്ല. കാരണം എന്നറിയോ? എന്നെ വേണ്ട ഇവൻ വന്നതിന് ശേഷം, ഇവള് വന്നതിന് ശേഷം എന്നെ വേണ്ട, എന്നെ പരിഗണിക്കുന്നില്ല, എന്നോട് ചോദിക്കുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം കൊടുത്ത് പഠിച്ചാൽ മുറിവുകൾ സൗഖ്യപ്പെടും. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഉച്ചത്തിൽ ഈ വചനം പറഞ്ഞ സങ്കീർത്തനം 147 വചനം 3. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹൃദയം തകരുന്ന രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ദുഃഖ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ ചില വാക്കുകൾ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കും. ആരെങ്കിലുമൊക്കെ പറഞ്ഞ ചില വാക്കുകൾ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കും. ചില വാക്കുകൾ, ചില സംഭവങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം അത് വല്ലാത്ത ഒരു ദുഃഖമായിട്ടുള്ളിൽ കയറാം, ഹൃദയം തകരും. ആരെങ്കിലും നിങ്ങളെ ചതിച്ചു, വല്ലാത്ത ഹൃദയം തകരുന്നൊരവസ്ഥയായിട്ട് മാറാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം, ഒരു ആക്സിഡന്റ് നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പെട്ടു, അത് മുറിവായിട്ട് മാറാം. ഹൃദയം തകരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ വാക്കുകൾ, കഴിഞ്ഞകാല ജീവിതത്തിൽ ഏതെങ്കിലും സംഭവങ്ങൾ, അത് നിങ്ങളെ ആരെങ്കിലും ചതിച്ചതാവാം. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു മരണം,
ഏതെങ്കിലും ആക്സിഡന്റ്, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഹൃദയം തകരുന്ന ഒരു അവസ്ഥയായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ വന്നിട്ട് പറയാണ്, അച്ഛാ ഇവക്ക് പഠിക്കാൻ താല്പര്യമില്ല. പഠിക്കാനല്ല അച്ഛാ, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വീടിനടുത്ത് നല്ല സ്കൂളാണ്, നല്ല 1ാം തര സ്കൂള്. അച്ഛാ നല്ല പണം മുടക്കിയാണ് ഞങ്ങൾ ഇവളെ പഠിപ്പിക്കുന്നത്, പക്ഷെ ഇവക്ക് പഠിക്കാൻ താല്പര്യമില്ല. ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ മോൾക്ക് എന്താ പഠിക്കാൻ താല്പര്യമില്ലാത്തെ? മോൾക്ക് പഠിക്കാൻ കഴിവുണ്ടല്ലോ. ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണ് പറയാണ്, അച്ഛാ എൻ്റെ ഡാഡി, എൻ്റെ അപ്പൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, നീ ഒരു പെണ്ണാണ്, നീ പഠിച്ചിട്ട് ഇപ്പം എന്നാ കിട്ടാനാണ്, നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഓ ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അച്ഛാ പുസ്തകം തുറന്ന് പഠിക്കാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ അപ്പൻ പറഞ്ഞ വാക്കുകളാണ് കയറി വരുന്നത്. നീ ഒരു പെണ്ണാണ്, നിന്നെ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, പഠിച്ചിട്ട് ഇപ്പം എന്നാ കിട്ടാനാ. എൻ്റെ അച്ഛാ എൻ്റെ തലയിൽ ഈ വാക്കുകൾ എന്നെ ഭരിക്കുന്നു. ഒറ്റപ്പെട്ട കേസല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവർ പറയുന്ന വാക്കുകളുടെ മുമ്പിൽ നിങ്ങൾ തളച്ചിടരുത്. ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സുന്ദരമായ വചനം, ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് ഒരു സൗഖ്യത്തിന്റെ വചനമാണ്. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 4ഉം 5ഉം തിരുവചനം. യെശയ്യായുടെ പ്രവചനം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സ് 4 and 5. അതെ, നല്ല വചനമാണ്, ഒന്ന് വായിച്ചേ. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും നൽകുന്നു, ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എനിക്ക് വിലപ്പെട്ടവൻ, വാല്യുബിൾ. നീ എനിക്ക് വിലപ്പെട്ടവൻ, വില. നിനക്കൊരു വിലയുണ്ടെന്ന് ആരാ ഇത് പറയുന്നേ? നിന്നെ സൃഷ്ടിച്ച ദൈവം. ഒരുപക്ഷെ നിന്റെ വീട്ടുകാര് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും, നിനക്ക് എന്തിന് കൊള്ളാടാ, ചുക്കിനും ചുണ്ണാമ്പിനും പോലും കൊള്ളിയാലല്ലോ, 10 പൈസയുടെ ഗുണമുണ്ടോ? നാട്ടുകാരും വീട്ടുകാരും നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നീ ഓർക്കണം, നിന്റെ വില നിശ്ചയിക്കുന്ന നാട്ടുകാരല്ല, വീട്ടുകാരല്ല, കൂട്ടുകാരല്ല, നിന്നെ സൃഷ്ടിച്ച തമ്പുരാൻ കർത്താവ്. ആ ദൈവം നിന്നോട് പറയുന്നു, യു ആർ വാല്യുബിൾ. നീ എനിക്ക് വിലപ്പെട്ടവനാണ്, പ്രിയങ്കരിയാണ്, പ്രിയങ്കരനാണ്, ബഹുമാനിതനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവള്, തലയ്ക്കകത്ത് അപ്പൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ തലയ്ക്കകത്തേക്ക് ഈ വചനം ഒരു വൈദ്യുത തരംഗം പോലെ കടന്നു ചെല്ലുകയാണ്. ഈ പെൺകുട്ടി വചനം വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങൾ കണ്ട കാഴ്ച, ഈ പെണ്ണിന്റെ മുഖം പ്രകാശിക്കാൻ തുടങ്ങി. ഈ വചനം പലതവണ ആവർത്തിച്ച് പറയാൻ തുടങ്ങി. വചനത്തിന്റെ ശക്തിയാൽ ഈ പെൺകുട്ടിക്ക് വലിയൊരു സൗഖ്യം കിട്ടുകയാണ്. അക്കാലം അത്രയും തലയ്ക്കകത്ത് അപ്പൻ പറഞ്ഞ മാത്രം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അവൾ ചിന്തിച്ചു, ഞാൻ അപ്പൻ പറഞ്ഞ ഈ നെഗറ്റീവ് ചിന്തയിലല്ല ഞാൻ എൻ്റെ ജീവിതം തളച്ചിടേണ്ടത്, മറിച്ച് എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് നാട്ടുകാർ പലതും പറഞ്ഞിട്ടുണ്ടാവും, കഴിവില്ലാത്തവനെന്ന് ഗുണമില്ലാത്തവനും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടാവും. നീ ഓർക്കണം, നിന്റെ കഴിവും നിന്റെ ജീവിതവും നിശ്ചയിക്കുന്നത് നാട്ടുകാരല്ല, വീട്ടുകാരല്ല, മറിച്ച് തമ്പുരാൻ കർത്താവാണ്. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പൊ അനേക തരത്തിലുള്ള ഇങ്ങനെയുള്ള ഓർമ്മകൾ, ആരെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ചില സംഭവങ്ങൾ. കല്യാണപ്രായമായെത്തിയിട്ടുള്ള പെൺകുട്ടി, അവള് പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട. അപ്പനും അമ്മയ്ക്ക് ആകെ സങ്കടം. കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, എന്താ പെണ്ണുമോളെ, നിനക്ക് എന്നാ പറ്റിയത്, നിനക്ക് എന്താ കുഴപ്പം? അപ്പൊ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അച്ഛാ, എനിക്കൊരു പുരുഷനെയും വിശ്വാസം ഇല്ല അച്ഛാ. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊരു ചെറുക്കനെ സ്നേഹിച്ചു, ഹൃദയം തുറന്ന് സ്നേഹിച്ചതാ, പക്ഷെ അവൻ എന്നെ ചതിച്ചു. അന്നത്തതോടുകൂടെ എൻ്റെ മനസ്സിൽ എല്ലാ പുരുഷന്മാരെയും കുറിച്ച് നെഗറ്റീവ്, ഒറ്റൊരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളിയലച്ച. ഞാൻ എന്തിനാ എൻ്റെ ജീവിതം കൊണ്ട് ഒരുത്തനും ജീവിതം അടിയറ വയ്ക്കുന്നത്? എനിക്ക് പറ്റത്തില്ലച്ചാ. അവളുടെ ഉള്ളില് കഴിഞ്ഞകാല ജീവിതത്തിലെ ചതിയുടെ ഓർമ്മ അവളെ വേട്ടയാടുകയാണ്. ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച തെറ്റായ തീരുമാനങ്ങൾ, സംഭവങ്ങൾ, ഏതെങ്കിലും കാര്യത്തിൽ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ ദാ സുന്ദരമായ വചനം, ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനം നമുക്കൊരു സൗഖ്യമാണ്. യെശയ്യായുടെ പ്രവചനം 54-ാം അധ്യായം 4-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 4.
നല്ല സുന്ദരമായ വചനം. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല, നിന്റെ യൗവനത്തിൽ അപകീർത്തി നീ വിസ്മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ വചനത്തിന്റെ ശക്തി കണ്ടോ? വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല, നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞകാല ജീവിതത്തിൽ എനിക്ക് അങ്ങനെ പറ്റിപ്പോയല്ലോ, എനിക്ക് തെറ്റുപറ്റി, അങ്ങനത്തെ ഒരു തീരുമാനമെടുത്തല്ലോ, ഓ ഭാഗ്യം കെട്ട അവസ്ഥ എന്നിങ്ങനെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇതാ നിന്നെ സൃഷ്ടിച്ച ദൈവം പറയുന്നു, യൗവനത്തിലെ നിന്റെ ഇന്നലകളിലെ ദുഃഖകരമായ ഓർമ്മകളിൽ നീ തളച്ചിടരുത് ജീവിതം. നീ ഒരിക്കലും അപമാനിക്കപ്പെടുകയില്ല, ലജ്ജിക്കപ്പെടുകയില്ല. നീ ആ മേഖലകളിൽ വലിയൊരു സൗഖ്യം സ്വീകരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. വലതുകര ഉയർത്തി ഒച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പങ്കാളിയുടെ മരണത്തിന് ശേഷം വല്ലാണ്ട് ഭാരപ്പെട്ട് ഇവിടെ വന്നൊരു സഹോദരിയെ ഞാൻ ഓർക്കുക. പ്രിയപ്പെട്ടവർ, ഈ സഹോദരി ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ മാസങ്ങളേറെ കഴിഞ്ഞു. ഇപ്പോഴും ഈ സഹോദരിക്ക് ഒരു ശരീരത്തിന് തന്നെ ഒരു ബലമില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും, എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും. ജീവിത പങ്കാളിയുടെ മരണം, അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ഏൽപ്പിച്ച ആഘാതം, ഹൃദയം തകരുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരുടെ മരണം അത് ജീവിത പങ്കാളിയുടെ തന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മുടെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആരുടെയെങ്കിലും ഒക്കെ ഒരു മരണം, അതോടുകൂടി തന്നെ നമ്മൾ വല്ലാണ്ട് ഡൗൺ ആയി പോകുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആക്സിഡന്റ് നിങ്ങൾ കണ്ടതോ കേട്ടതോ അനുഭവിച്ചതായിട്ടുള്ളത്, അതോടുകൂടി ഷോക്കിംഗ് എക്സ്പീരിയൻസ്. എനിക്ക് പരിചയമുള്ള ഒരു ഡ്രൈവർ, മിടുക്കനായ ഡ്രൈവറാണ്. പക്ഷെ ഇവന് ഒരു ആക്സിഡന്റ് ഇവന്റെ തൊട്ട് മുമ്പിൽ കണ്ടു. വാഹനാപകടത്തില് ഒരു ബൈക്ക് ആക്സിഡന്റ് കണ്ടു. ആ ബൈക്കിൽ ഇരുന്നവൻ തെറിച്ച് ഇവൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ മുമ്പിലേക്കാണ് വീണത്. അന്നത്തെ ദിവസം ആ ഒരു ആഘാതം, ഇവൻ ഈ വണ്ടിക്കകത്തിരിക്കുമായിരുന്നു, ഇവന്റെ ഉള്ളിലാണ് ചെന്നത് ഈ വിഷമം, ഈ സങ്കടം, ഈ ഭാരം. രക്തം ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്ന കണ്ടു. അന്ന് ഇവന്റെ കൈ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ അവന് വണ്ടി ഓടിക്കാൻ പറ്റണില്ല. അവന്റെ ഉള്ളിലേക്ക് ആ വിഷമം അങ്ങോട്ട് കയറി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ എന്റെയും നിന്റെയും ജീവിത അവസ്ഥ, ഈ ജൂൺ മാസത്തില് തമ്പുരാൻ കർത്താവ് നൽകുന്ന സൗഖ്യം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ സൗഖ്യമാണ്. ഹൃദയത്തിന്റെ മുറിവുകളെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നിന്റെ പേഴ്സണാലിറ്റി, നിന്റെ സ്വഭാവ രീതികളെ കർത്താവ് സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ തലം, ഹൃദയം തകരുന്ന അവസ്ഥ. മൂന്നാമത്തെ തലം എന്നാന്നറിയോ? സഫലമാകാത്ത സ്വപ്നങ്ങൾ, സഫലമാകാത്ത ആഗ്രഹങ്ങൾ, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ചെറുപ്പത്തില് ആഗ്രഹം, എനിക്ക് ഇന്നതാകണം, ആകാൻ പറ്റിയില്ല, ആകാൻ പറ്റാത്തതിനെ ഓർത്തുകൊണ്ട് എപ്പോഴും ഭാരം. എനിക്ക് പരിചയമുള്ളൊരു നേഴ്സുണ്ട്. ഈ പെൺകുട്ടിയുടെ ചെറുപ്പകാലം മുതലുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആവണമെന്നായിരുന്നു. പക്ഷേ വീട്ടിലെ സാമ്പത്തിക അവസ്ഥയൊന്നും അതിന് അനുവദിച്ചില്ല. അവസാനം നേഴ്സായി. പക്ഷെ ഇവളുടെ ഒരു കുഴപ്പം എന്നാണെന്നറിയോ? ഇവൾക്ക് ഡോക്ടറിനെ കാണുമ്പോൾ, ഡോക്ടർമാരെ കാണുമ്പോൾ ഇവൾക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത, വല്ലാത്തൊരു അസ്വസ്ഥത. ആശുപത്രി പിന്നെ നേഴ്സ് ഡോക്ടറിന്റെ കൂട്ടത്തിലല്ലേ ജോലി ചെയ്യണ്ടേ, അതല്ലേ ഉള്ളൂ. പക്ഷെ ഇവള് പറയാ, അച്ഛാ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത, കാരണം എനിക്കാകാൻ പറ്റിയില്ല, എനിക്കാകാൻ പറ്റിയില്ല. ഇതിന് ഡോക്ടറിന്റെ നേഴ്സിന്റെ ചരിത്രമൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്നവരെ കുടുംബങ്ങളിൽ ശ്രദ്ധിച്ചോ. ഭാര്യയും ഭർത്താവും കൂടെ കൗൺസിലിങ്ങിന് വന്നിരിക്കുമ്പോ ഭാര്യ പറയാ, അച്ഛാ ദേ എൻ്റെ ഈ ഭർത്താവിനെ ഒന്ന് മാറ്റിയെടുക്കണം അച്ഛാ. ഞാൻ ചോദിച്ചു, എങ്ങനെ മാറ്റിയെടുക്കും? മാർക്കറ്റിൽ പോയിട്ടൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ അച്ഛാ. അച്ഛൻ തമാശ പറയാതെ അച്ഛാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, എൻ്റെ ഈ ഭർത്താവിനെ ഒന്ന് മാറ്റിയെടുക്കണം അച്ഛാ. ഈ കാലഘട്ടത്തിന് യോജിച്ച ഭർത്താവായി എൻ്റെ ഭർത്താവിനെ മാറ്റണം. ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല അച്ഛാ. അച്ഛാ കാലം മാറി, ഇപ്പൊ ന്യൂജൻ അല്ലേ, ന്യൂജൻ. എൻ്റെ ഭർത്താവിനെ ഒരു ന്യൂ ജനറേഷൻ മോഡലാക്കി തീർക്കണം. ഞാൻ പറഞ്ഞു, അല്പം കൂടെ ചേച്ചി ഒന്ന് വിശദീകരിക്ക്. അച്ഛാ, ഈ ചേട്ടൻ പാൻറ് ഇടൂല, മുണ്ട് മാത്രമേ എടുക്കുള്ളൂ. അച്ഛാ, നമുക്ക് ഈ ചേട്ടനെ പാൻറ് ഇടിക്കണം, നല്ല ടീഷർട്ട് ഇടിക്കണം,
പാവപ്പെട്ട ഒരു മനുഷ്യൻ. ഞാൻ അതിനെ നോക്കി, ഇതെങ്ങനെ ഇടിക്കും. എന്നിട്ട് ഈ ഭാര്യ എന്നോട് പറഞ്ഞു, അത് മാത്രമല്ല അച്ഛാ, എൻ്റെ ഉള്ളിൽ കുറേ സ്വപ്നങ്ങളുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്. അച്ഛനറിയോ? ഞാൻ ഒരു പേപ്പറും പേനയും കൂടെ കൊടുത്ത്, ഒന്ന് എഴുതിക്കേ, വെറുതെ ഒന്ന് അറിയാൻ. ഞാൻ നോക്കും, A4 സൈസ് പേപ്പറിന്റെ ഒരു വശം മുഴുവൻ എഴുതി കഴിഞ്ഞു. എന്നിട്ട് എൻ്റെ മുമ്പിലോട്ട് നീക്കിയിട്ട് പറഞ്ഞു, തൽക്കാലം ഇത്രയും മതിയെന്ന്. ഞാൻ വായിച്ചു നോക്കി, ദൈവമേ, എൻ്റെ ഭർത്താവ് ഇത്ര പൊക്കം ഉണ്ടായിരിക്കണം, ഇത്ര വണ്ണം ഉണ്ടായിരിക്കണം, ഇത്ര കട്ടി മീശ ഉണ്ടായിരിക്കണം. ഞാൻ അതിയാനം നോക്കി. ഫുട്ബോൾ കളിക്കാൻ പറ്റിയ തലമുടിയൊക്കെ പോയി, ആകപ്പാടെ ഒരു മനുഷ്യൻ മുണ്ട് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, എൻ്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് നൽകണം. കേൾക്കണം കേട്ടോ, വല്ലപ്പോഴും എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം കേട്ടോ. സർപ്രൈസ് ഗിഫ്റ്റ്. എൻ്റെ ഭർത്താവ് റൊമാൻറ്റിക് ആയിരിക്കണം. ഈ പെണ്ണിനോട് പറയാണ്, അച്ഛാ ദേ ഇതുപോലെ ആക്കി എൻ്റെ ഭർത്താവിനെ മാറ്റണം, അച്ഛൻ എന്നെ ഒന്ന് സഹായിച്ചേ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരിയുടെ ഒരു കുഴപ്പം ഞാൻ പറയട്ടെ. അപ്പൊ ഈ സഹോദരി ചോദിച്ചു, എന്നാ കുഴപ്പം? സഹോദരി, നിങ്ങൾക്കിപ്പോ 2 ഭർത്താക്കന്മാരുണ്ട്, ഇത് ശരിയാകത്തില്ല. അച്ഛൻ എന്നതാ പറയണേ? ഈ മനുഷ്യനെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഒരൊറ്റ മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല, പിന്നെ അച്ഛൻ എന്താ ആവശ്യം പറയണേ? അല്ലെന്ന്, 2 ഭർത്താവുണ്ട്. ഏതായി 2 എണ്ണം? ഏതാ ചേട്ടാ 2 എണ്ണം? ഒന്ന് പേപ്പറിലുള്ളത്, മറ്റേതേതാ ഒറിജിനൽ അവിടെ ഇരിക്കുന്നത്? പേപ്പറിലുള്ളത് സ്വപ്നം. എൻ്റെ സ്വപ്നത്തിൽ, എൻ്റെ പ്രതീക്ഷയിൽ ഇങ്ങനെ ഒരു ജീവിത പങ്കാളി, ഇങ്ങനെ ഒരു ജീവിത പങ്കാളി. ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, ഓ ദൈവമേ, എപ്പോഴാണോ ഈ വീട്ടിലോട്ട് വരാൻ തോന്നിയതല്ലേ? എത്ര പേരെ ഞാൻ കണ്ടതാ. എന്നാലും ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ വീട്ടിൽ പിന്നെ എങ്ങനെയാ? ഞാനിപ്പോ ആയിരിക്കുന്ന അവസ്ഥയിൽ അസ്വസ്ഥയാണെന്ന്. ഞാൻ സ്വപ്നം കണ്ടത് ഇങ്ങനത്തെ ഒരാളെയൊന്നുമല്ല, ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനത്തെ ഒരാളെയൊന്നുമല്ല. 24 മണിക്കൂർ ഇതിങ്ങനെ തികട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വപ്നത്തിലുള്ള ജീവിത പങ്കാളിനെ പോലെ ആക്കാൻ ഇപ്പോൾ ഉള്ളതിനെ. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ആദ്യം പേപ്പറിലുള്ളതിനെ ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്തിരിക്കുന്ന ഒറിജിനലിനെ കിട്ടിയാൽ ജീവിതം രക്ഷപ്പെട്ടു. 24 മണിക്കൂറും പിന്നെ ഇതങ്ങനെ ആക്കാൻ ശ്രമിക്കല്ലേ, നടക്കില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം, നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ യുദ്ധം അതല്ലേ? നിന്റെ സ്വപ്നത്തിനനുസരിച്ച് ആക്കി തീർക്കാൻ നീ കടന്ന് ശ്രമിക്കുന്ന ശ്രമം, അവിടെ ആ പരാജയം. നിന്റെ ജീവിത പങ്കാളി ഒരു വ്യക്തിയാണ്, നിന്റെ മകൾ ഒരു വ്യക്തിയാണ്. അവർക്ക് അവരുടെ സ്വഭാവങ്ങളും രീതികളുമുണ്ട്. ഈ വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, നിന്റെ ഉള്ളിലുള്ളത് പോലെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ആകുമോ? പരാജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ 3 തലങ്ങളിലാണ് ഹൃദയം തകരുന്ന അവസ്ഥയെങ്കിൽ ചോദ്യം, ഇതെങ്ങനെ സുഖപ്പെടും? അതിനും 3 വഴികൾ വചനത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കുന്നു. ഒന്നാമത്തത്, യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടുന്ന അവസ്ഥ. ഓ ജീസസ്, വാഷ് മീ വിത്ത് യുവർ പ്രഷ്യസ് ബ്ലഡ്. ജീസസ്, യേശുവേ, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. തിരുരക്തത്താൽ കഴുകപ്പെടുക സൗഖ്യം കിട്ടുന്നൊരു ശുശ്രൂഷയാണ്. നമ്മുടെ അനുഭവങ്ങളെ ഈശോയുടെ മുമ്പിൽ വെച്ചിട്ട്, ഈശോയെ നിന്റെ തിരുരക്തത്താൽ കഴുകണമേ. ആരെങ്കിലും പറഞ്ഞൊരു വാക്ക്, അല്ലെങ്കിൽ നിന്റെ ചെറുപ്പത്തിൽ കിട്ടാതെ, എൻ്റെ അപ്പൻ്റെ സ്നേഹം കിട്ടിയില്ല, അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ മരിച്ചു, പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ജീവിതമില്ല. ഈശോയോട് പറയണം, ഈശോയെ തിരുരക്തത്താൽ ഈ സംഭവത്തെ കഴുകണമേ. ഈശോയെ തിരുരക്തത്താൽ എനിക്കുണ്ടായ ഈ ദുഃഖത്തെ കഴുകണമേ. ഈശോയെ തിരുരക്തത്താൽ ഈ വാക്കുകളെ കഴുകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് സൗഖ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും, അനുഭവിക്കും. ഒറ്റ ദിവസമല്ല, ജീവിതം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുക. ഇറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് ഫോർമേഷൻ. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ഈശോയെ തിരുരക്തത്താൽ കഴുകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമത്തെ വഴി, വചനം വായിച്ച്, വിശുദ്ധ ഗ്രന്ഥം വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, അവിടുത്തെ വചനത്താൽ സൗഖ്യം. വചനം വായിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് സൗഖ്യം നമ്മളിൽ വ്യാപരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഏതെങ്കിലും കഴിഞ്ഞ കാല സംഭവങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വായിച്ച് ധ്യാനിക്കേണ്ട ഒരു കൊച്ചധ്യായം, ഏശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43. ഒരു കുഞ്ഞധ്യായാണ്. സമയമെടുത്ത് സാവകാശം ഒന്ന് വായിക്കണം. ഓരോ വചനവും
സൗഖ്യത്തിന്റെ വചനമാണ്. അതിശക്തമായി നമ്മിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ വഴി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. എപ്പോഴും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വരണമേ. അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ചാടി എഴുന്നേക്കാം. ചാടി എഴുന്നേറ്റ് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി സംഭവങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരും. നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവത്തെ ഓർമ്മപ്പെടുത്തും. നമ്മുടെ സ്വഭാവത്തിലെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് സൗഖ്യം വെച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാണ് നമ്മൾ ജൂൺ മാസത്തിൽ പ്രത്യേകിച്ച് യേശുവിന്റെ ഹൃദയത്തെ ധ്യാനിക്കുന്നത്. ആ യേശുവിന്റെ ഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, സ്വഭാവങ്ങളിലേക്ക് ഇതാ ഈശോ ശക്തമായിട്ട് ഇടപെടാൻ തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് ഇന്നു മുതൽ വൈകുന്നേരം നമ്മുടെ ധ്യാന മന്ദിരത്തിൽ ആന്തരിക സൗഖ്യ ശുശ്രൂഷ ധ്യാനം ആരംഭിക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയിപ്പോ ഈ ആഴ്ച പറ്റിയില്ലെങ്കിൽ സാരമില്ല, നമുക്ക് ഇനിയുള്ള നാളുകളിൽ പല സമയങ്ങളിലായിട്ട് ആന്തരിക സൗഖ്യ ധ്യാനം, റെസിഡൻഷ്യൽ റിട്രീറ്റ്, ഞായറാഴ്ച ആരംഭിച്ച് വ്യാഴാഴ്ച അവസാനിക്കുന്ന കൃത്യമായിട്ട് ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടുള്ള, സൗഖ്യം സ്വീകരിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ നമ്മുടെ ധ്യാന മന്ദിരത്തിലുണ്ട്. റൂമൊക്കെ ആവശ്യമുള്ളവർ നേരത്തൊക്കെ ബുക്ക് ചെയ്ത് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുക. ഒരുപക്ഷെ ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ രാത്രിയിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി കിടന്നാലും തെറ്റില്ല. പകലുള്ള സമയത്ത് ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിപ്പനെ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഈശോയെ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. ഈശോയെ, ഈശോയെ, അങ്ങേ ഹൃദയത്തിൽ എന്നെ ചേർക്കണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ഈശോയോട് പറ, ഈശോയെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരിയേറെ വൈകല്യങ്ങളുണ്ട്, സ്നേഹം കിട്ടാതെ പോയ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഇന്നലകളിൽ ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ട്, സബലമാകാത്ത കുറെ സ്വപ്നങ്ങളുണ്ട്. ഈശോയെ, ഈശോയെ, ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചേർന്നൊന്ന് പാടിക്കേ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. ഈശോ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. യേശുവേ,